നിങ്ങളുടേതൊരു ബിസിനസ് ലോക്കൽ ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കും അല്ലേ, ഒരുപാട് ലീഡ്സ് ജനറേറ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇത് എങ്ങനെ ലീഡ്സ് ജനറേറ്റ് ചെയ്യണം? ഗൂഗിൾ ആഡ്സ് ത്രൂ ആണോ, മെറ്റാ ആഡ്സ് ത്രൂ ആണോ, എങ്ങനെയാണ് ലീഡ്സ് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് സംശയമായിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. മേ ബി നിങ്ങളുടെ ഒരു കഫേ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്ലംബിംഗ് ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ കാർ വാഷിംഗ് സെൻറ്റർ ആയിരിക്കാം, ഇനി അതല്ല ഡെൻ്റൽ ക്ലിനിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലിനിക്സ് ആയിരിക്കാം, ഡോക്ടേഴ്സ് ആയിരിക്കാം, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് എങ്ങനെയാണ് ലോക്കൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഗൂഗിൾ ആഡ്സ് ത്രൂ നമുക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇതിൽ ഒരുപാട് സ്ട്രാറ്റജീസ് ഞാൻ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ആൻഡ് ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ഒരു പ്ലംബിംഗ് ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്ലംബർ ബിസിനസ് എന്നുള്ള രീതിയിലാണ്. സോ അതൊരു എമർജൻസി പ്ലംബിംഗ് സർവീസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും പ്ലംബർ നിയർ മീ എന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാറുണ്ടല്ലോ. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതായിക്കോട്ടെ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സിന് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഞാനിതിനെ സ്ട്രാറ്റജൈസ് ചെയ്തിട്ടുള്ളത്. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി നോക്കാം. ആൻഡ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യാനായിട്ട് മറക്കേണ്ട. കാരണം ഇതേപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ഒരു ലോക്കൽ ബിസിനസ് ആവുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ബിസിനസ്. അതായത് നിങ്ങൾക്കൊരു ഓഫ്ലൈൻ സ്റ്റോർ ഉണ്ടെങ്കിൽ, ഒരു ഓഫീസ് സ്പേസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സ്റ്റോർ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഗൂഗിളിൽ വെരിഫൈ ചെയ്യണം. അതായത് മാപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ലിസ്റ്റ് ചെയ്യണം അല്ലേ. സോ അത് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെയാണ്? ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ വെരിഫൈ ചെയ്യണം. സോ അത് വെരിഫൈ ചെയ്യണമെങ്കിൽ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ നമ്മൾ കയറിയിട്ട് ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക? സ്റ്റാർട്ട് നൗ കൊടുക്കുക. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ നിങ്ങളുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയിട്ട് കണ്ടു നോക്കുക. ആൻഡ് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളുടെ മാപ്പിൽ നമ്മളുടെ ബിസിനസ് ഇതേപോലെ ലിസ്റ്റാണ്. ഇപ്പോൾ പ്ലംബർ നിയർ മീ എന്ന് അടിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പേരുകൾ വരുന്നുണ്ടല്ലോ, കമ്പനീസ് എന്താ പറയുക, ഷോപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ രീതിയിൽ നിങ്ങളുടെ ലിസ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്ത് ചെയ്യണം? ലിസ്റ്റ് ചെയ്യണം. ഇനി അത് മാത്രമല്ല, മാപ്പിൽ നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കീവേഡ് വെച്ച് സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ ആഡുകൾ കാണിക്കാൻ വേണ്ടി പറ്റും. അതായത് മാപ്പിൻ്റെ ഉള്ളിൽ എന്താണ്? വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡുകൾ റൺ ചെയ്യും. സോ ഇതും നിങ്ങൾക്ക് ചെയ്യുന്നത് നമ്മൾ ഗൂഗിൾ ആഡ്സ് ത്രൂ ആണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിലും അഗെയിൻ നിങ്ങളുടെ പ്രൊഫൈൽ, അതായത് നിങ്ങളുടെ ബിസിനസ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്തായിട്ടുണ്ടാവണം? വെരിഫൈഡ് ആയിട്ടുണ്ടാവണം. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലോക്കൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ വെരിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് വെറുതെ ചെയ്താൽ മാത്രം പോരാ. ഇപ്പം നിങ്ങളിവിടെ കാണുന്ന പോലെ തന്നെ റേറ്റിംഗ്സ്, അതേപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ അതിൽ പ്രോപ്പറായിട്ട് കൊടുക്കണം. നിങ്ങളുടെ ലൊക്കേഷൻ, എന്താ പറയുക, സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന സമയം, ക്ലോസ് ചെയ്യുന്ന സമയം, സ്റ്റോറിൻ്റെ ഇപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ്, അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റേഴ്സ്, ഇതെല്ലാം നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് കൊടുക്കണം. അതുമാത്രമല്ല റിവ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ തന്നെ എല്ലാവരും ഇപ്പോൾ എന്താണ് റിവ്യൂസ് നോക്കിയിട്ടാണ് അല്ലേ പല ഡിസിഷൻസും എടുക്കുന്നത്. അപ്പോൾ റിവ്യൂസ്, ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂസ് എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി വരുന്ന റിവ്യൂസിന് ജെന്യൂൻ ആയിട്ട് റിപ്ലൈ ചെയ്യുക എന്നുള്ളതും. അപ്പോൾ അതൊരു ഒപ്റ്റിമൈസേഷൻ തന്നെയാണ്, അതൊരു എന്താ പറയുക, മോർ ഓവർ ഒരു സ്ട്രാറ്റജി തന്നെയാണ്. അപ്പോൾ അതും ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്, നമുക്കത് വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ലോക്കൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്താണ്? നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഗൂഗിൾ ആഡ്സിൽ പോവാണ്. ഗൂഗിൾ ആഡ്സിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മളുടെ ഈ സ്റ്റോറ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ കണക്ട് ചെയ്യണം. സോ ആ കണക്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അതായത് എന്നാൽ മാത്രമല്ല മാപ്പിൽ നമ്മളുടെ ആഡ് കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ആഡ്സിൽ വന്നിട്ട് ടൂളിൽ കയറുക. ടൂളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ മാനേജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി പറ്റും, മെനു കാണാൻ വേണ്ടി പറ്റും. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഇവിടെ കണക്ട് ചെയ്യാം. ബേസിക്കലി ഗൂഗിൾ ആഡ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാ പ്രോഡക്ട്സും കണക്ട് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ടാണ്, ഡേറ്റ മാനേജറിൽ വന്നിട്ടാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ബിസിനസ് ഓൾറെഡി ഞാൻ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കണക്ട് പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ കാണാൻ വേണ്ടി പറ്റും. ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ. ഇപ്പോൾ ഞാൻ ഓൾറെഡി ലിങ്ക് ചെയ്തത് കൊണ്ടാണ് എനിക്കിവിടെ കാണിക്കാൻ വേണ്ടി പറ്റാത്തത്. ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിങ്ങളുടെ എന്താ പറയുക
ഇമെയിൽ ഐ ഡിയിൽ വെച്ചിട്ടുള്ള എല്ലാ ബിസിനസ് പ്രൊഫൈൽസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഓൾറെഡി ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല എനിക്കത് മാറ്റണമെങ്കിൽ അത് സെറ്റാക്കി നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതെന്താണ്, ഓട്ടോമാറ്റിക്കലി ബിസിനസ് മാനേജറും നമ്മുടെ ഗൂഗിൾ ആഡും എന്താവും, കണക്റ്റ് ആവും. ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ലിങ്ക് ആയിക്കോളും. ഓക്കെ, സോ അവിടെ ലിങ്ക് ഇടുന്ന് കാണിക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് കണ്ടില്ലേ ലിങ്ക് ഇടുന്ന് കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് മാപ്പിൽ, ഗൂഗിൾ മാപ്സിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ആഡുകൾ കാണിക്കുന്നത്. ഓക്കെ, സോ അത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. ഇനി അതിനുശേഷം നമുക്ക് എന്താണ്, ഇനി നമുക്ക് ലീഡ്സ് ആണ് വേണ്ടുന്നത് അല്ലേ. സോ നമുക്ക് ലീഡ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്യാമ്പയിനിൽ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ഓഫ്കോഴ്സ് ലീഡ്സ് ആണ്. കാരണം എനിക്ക് വേണ്ടുന്നത് ലീഡ്സ് ആണ്. അത് കോൾസ് ആവാം, വാട്ട് എവർ ഇറ്റ് ഇസ്. സോ ലീഡ്സ് എടുത്തു. ലീഡ്സ് എടുത്തിട്ട് ഞാനിവിടെ സെർച്ചിലോട്ടേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. പെർഫോമൻസ് മാക്സ് ഇപ്പം അധികം ആൾക്കാരും പറയുന്നത് പെർഫോമൻസ് മാക്സ് ആണ്. കാരണം പെർഫോമൻസ് മാക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും നമുക്ക് നമ്മുടെ വിസിബിലിറ്റി കിട്ടും. പക്ഷേ അത് ഇച്ചിരി ഹൈ ആൻഡ് എക്സ്പെൻസീവ് ആണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ, അതായത് നിങ്ങളുടെ ഒരു ഗൂഗിൾ അക്കൗണ്ട് സ്ട്രക്ചറിൽ ഡേറ്റാസ് ഇല്ലാത്തിടത്തോളം കാലം നിങ്ങൾ ആദ്യം തന്നെ പെർഫോമൻസ് മാക്സിൽ പോവാത്തതാണ് നല്ലത്. കാരണം അവിടെ കുറച്ചും കൂടെ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി ലീഡ്സ് കിട്ടും. അല്ലാത്ത പക്ഷം ക്വാളിറ്റി ലീഡ്സ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടറാണ്, ഒരു ബിഗിനറാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ എപ്പോഴും സെർച്ച് ആഡിൽ തന്നെ പോകുന്നതാണ് ബെറ്റർ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് വെബ്സൈറ്റ് വിസിറ്റ് കാര്യങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നിർബന്ധമില്ല, കാരണം നമ്മൾ ലീഡാണ് ചെയ്യുന്നത്. ദെൻ കണ്ടിന്യൂ കൊടുക്കാം, പേര് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് പ്ലംപ് എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, വൺസ് നമ്മളുടെ ക്യാമ്പയിനിൽ പോയി കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് എന്താണ്, ബിഡിങ് ആണ് വരുന്നത്. ഈ ബിഡിങ്ങിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കൺഫ്യൂഷൻസ് ഉണ്ടാകും. എന്താണ് കൊടുക്കേണ്ടത്, മാക്സിമൈസ് കൺവേർഷൻസ് ആണോ അല്ലെങ്കിൽ ക്ലിക്സ് ആണോ, മാക്സിമൈസ് ക്ലിക്സ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. അഗെയിൻ നമ്മളൊരു ബിഗിനർ ലെവലാണെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ അധികം ഡേറ്റാസും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണെങ്കിൽ നമ്മളെപ്പോഴും മാക്സിമൈസ് ക്ലിക്സിൽ തന്നെ പോകുന്നതാണ് നല്ലത്. കാരണം മാക്സിമൈസ് കൺവേർഷൻസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഇച്ചിരി പറഞ്ഞതുപോലെ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഒപ്റ്റിമൈസ്ഡ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൺവേർഷൻസ് കിട്ടുന്ന സ്ഥലത്തോട്ടേക്ക് നമ്മളുടെ ആഡും കാര്യങ്ങളൊക്കെ പുഷ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ലീഡ്സ് കിട്ടും. അതർ ദാൻ ദാറ്റ് നമുക്ക് അത്യാവശ്യം എമൗണ്ട് സ്പെൻഡ് ആവും. അതേപോലെ തന്നെ ലീഡ് കൗണ്ടും ഭയങ്കര കുറവാവാനുള്ളതും ക്വാളിറ്റി ലീഡ്സ് കിട്ടാണ്ടിരിക്കാനുള്ള ചാൻസസും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ടു സ്റ്റാർട്ട് വിത്ത് നമ്മളുടെ അക്കൗണ്ട് ഒന്ന് ഒപ്റ്റിമൈസ് ആക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ ഗൂഗിൾ ആഡ്സിന് ഒരു പരിചിതമാക്കി മാറ്റുക എന്നുള്ളത്, ആ ഒരു അതും ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലേ. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്കും നമ്മളൊന്ന് പരിചയമാവണം. നമ്മൾ ഏത് ഓഡിയൻസിൽ ആയിരിക്കും അവർ കൂടുതൽ ക്ലിക്ക് ചെയ്യുന്നത്, ഏതോ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടോ, നമ്മളുടെ ലാൻഡിംഗ് പേജൊക്കെ നല്ലതാണോ, നമ്മളുടെ ഹെഡ് കോപ്പീസൊക്കെ കണ്ടിട്ട് ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെ കൂടുതലായിട്ട് ക്ലിക്ക് കിട്ടുന്ന സമയത്താണ് നമ്മളുടെ ആഡ് കൂടുതലായിട്ട് പുഷ് ആകപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും തുടങ്ങുന്ന സമയത്ത് നമുക്ക് മാക്സിമൈസ് ക്ലിക്സ് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. സോ ഞാനിവിടെ ക്ലിക്സിലോട്ടേക്ക് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ സെറ്റ് മാക്സിമം കോസ്റ്റ് പെർ ക്ലിക്ക് ബിഡ് ലിമിറ്റ് ഉണ്ട്. നമുക്ക് സ്വയം തീരുമാനിക്കാം എന്താ പറയുക, ഒരു ക്ലിക്കിന് എത്ര പൈസ പോകണം എന്നുള്ളത്. പക്ഷേ അഗെയിൻ ഈ ഒരു സ്റ്റേജിൽ നമുക്കത് വേണ്ട. കാരണം നമുക്കറിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് വരിക. കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഈവൻ ഗൂഗിൾ ആഡ്സും ഇവരും ആദ്യമായിട്ടാണ് നമ്മളുടെ ബിസിനസ്, നമ്മളുടെ കീവേഡ്സ് വെച്ചിട്ട് ഇപ്പം ഇതിൽ ട്രൈ ഔട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡേറ്റാസ് ഇല്ലാത്തടത്തോളം കാലം നമുക്ക് കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾക്കൊരു ബിഡ് നമുക്കും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അറിയില്ല. അതർ ദാൻ ദാറ്റ് നമുക്ക് റിസർച്ച് ചെയ്യാം, ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സൊക്കെ എത്രയാണ് ബിഡ് ചെയ്യുന്നത് ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അല്ലാണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം ഡേറ്റാസൊക്കെ ഒന്ന് അത്യാവശ്യം പുഷ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതൊന്നും ഇല്ലാണ്ട് തന്നെ മാനുവലി പോകുന്നത് തന്നെയാണ് ബെറ്റർ. ലൈക്ക് മാനുവലി ഇൻ ദ സെൻസ് നമുക്ക് നമ്മളായിട്ട് കൊടുക്കാണ്ട് നമുക്ക് ഗൂഗിളിന് തന്നെ വിട്ടുകൊടുക്കാം എത്രയാണ് എമൗണ്ട് പോവേണ്ടത് എന്നുള്ള രീതിയിൽ. ഓക്കെ, ദെൻ ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ നെറ്റ്വർക്ക്സ് ആണ്. നെറ്റ്വർക്ക്സിൻ്റെ കേസിലും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇനീഷ്യൽ ഫേസിൽ ഈ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ സെർച്ച് പാർട്ട്ണർ നെറ്റ്വർക്കിലും ഡിസ്പ്ലേ നെറ്റ്വർക്കിലൊന്നും ഇപ്പം നമുക്ക് കാണിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ജങ്ക് ലീഡ്സ് കയറി വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഇതിലൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ലീഡ്സ് തന്നെയാണ് വേണ്ടത്. ബേസിക്കലി നമുക്ക് കോൾസ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, നമുക്ക് ലീഡ്സ് ആണ് വേണ്ടത്, ക്വാളിഫൈഡ് ലീഡ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഈ നെറ്റ്വർക്ക്സ് ഒഴിവാക്കുക, അൺടിക്ക് ചെയ്യുന്നതാണ് ബെറ്റർ. ആൻഡ് അടുത്തതാണ് നമ്മുടെ ലൊക്കേഷൻ. നമ്മുടെ ലൊക്കേഷനിൽ ഇവിടെ 3 ഓപ്ഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓൾ കൺട്രീസ് ആൻഡ് ടെറിട്ടറീസ്, നമ്മളുടെ ലോകം മൊത്തം നമ്മളുടെ എല്ലാ കൺട്രീസിലും നമ്മളുടെ ബിസിനസ് വ്യാപകമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. പക്ഷെ നമ്മൾ ലോക്കൽ ബിസിനസ് ആണ് ചെയ്യുന്നത്. സോ ഓഫ് കോഴ്സ് നമുക്ക് ലോക്കൽ ഏരിയാസ് ആയിരിക്കും നമുക്ക് കവർ ചെയ്യേണ്ടത്. ഈ നിയർ മീ, ക്ലോസ് ടു മീ എന്നൊക്കെ കൂടുതൽ ആൾക്കാരും ടൈപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ അതിനിപ്പോൾ കൊച്ചി ആണെങ്കിൽ എനിക്ക് കൊച്ചി, അല്ലെങ്കിൽ കൊച്ചിയിൽ തന്നെ ഒരു സ്പെസിഫിക് റീജിയനാണ് എനിക്ക് കൊടുക്കേണ്ടതെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട്, മലപ്പുറം ആണെങ്കിൽ മലപ്പുറം, അങ്ങനെ എനിക്ക് ഏത് ലൊക്കേഷനാണോ വേണ്ടുന്നത് അതെനിക്ക് എന്ത് ചെയ്യാം,
ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അഡ്വാൻസ്ഡ് സെർച്ച് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ ബൾക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. റേഡിയസ് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പം ഞാൻ ജസ്റ്റ് കൊച്ചിയാണ് കൊടുക്കുന്നത്. ഞാനിവിടെ കൊച്ചി ആഡ് ചെയ്ത് കൊടുത്തു. കൊച്ചി ജപ്പാനും ഉണ്ട് കേട്ടോ, ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. ഇനിയിപ്പോൾ ചില കൺട്രീസ് ചില റീജിയൻസ് നിങ്ങൾക്ക് എക്സ്ക്ലൂഡ് ചെയ്യണം. അതായത് ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആഡുകൾ കാണിക്കേണ്ട, അങ്ങനത്തെ ആണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ തൃക്കാക്കര ഓക്കെ, അതിൻ്റെ പിൻകോഡും കാര്യങ്ങളൊക്കെ പോസ്റ്റൽ കോഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നൊക്കെ പോസ്റ്റൽ കോഡ് വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് ട്രൈ ഔട്ട് ചെയ്തിട്ട് എനിക്ക് ആ സ്ഥലം വേണ്ട എന്നാണെങ്കിൽ എനിക്ക് എന്ത് അവിടെ എൻ്റെ ആഡ് കാണിക്കേണ്ടതെന്നാണെങ്കിൽ എനിക്കത് എക്സ്ക്ലൂഡ് ചെയ്യും. അതും ഒരു സ്ട്രാറ്റജിയാണ്. ചില സമയത്ത് ഇത് നമ്മൾ അത്യാവശ്യം ക്യാമ്പയിൻസ് ഒക്കെ റൺ ചെയ്ത സമയത്ത് നമ്മൾ ലിസ്റ്റുകൾ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സെയിൽസ് ടീമിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയും ഇന്ന സ്ഥലത്ത് നിന്നും ഒരുപാട് കോൾസ് വരുന്നുണ്ട്, പക്ഷേ ഇത് റെലവൻ്റ് ആയിട്ടുള്ള സ്ഥലമല്ല, ഞാൻ അവിടെ സർവീസ് കൊടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്യാമ്പയിനിൽ അല്ലെങ്കിൽ ആ ക്യാമ്പയിനിൽ എനിക്ക് എന്ത് ചെയ്യാം, ആ ക്യാമ്പയിൻ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ, ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനൊക്കെ ഞാൻ എന്ത് ചെയ്യുക, ഈ എക്സ്ക്ലൂഡിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുവിധം നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലോട്ടൊന്നും എൻ്റെ ആഡ് കാണിക്കാത്ത രീതിയിൽ എനിക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദെൻ വൺസ് നമ്മളുടെ ലൊക്കേഷൻ കൊടുത്ത് ഞാൻ സേവ് കൊടുക്കുക. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് ആൾക്കാർ വിട്ട് കളയുന്ന ഒരു ഓപ്ഷനാണ്, കാരണം ഇത് ഹൈഡായിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രസൻസ് ഓർ ഇൻട്രസ്റ്റ് ആൻഡ് പ്രസൻസ് ഉണ്ട്. ഓക്കെ, നമ്മളപ്പോൾ ലോക്കൽ ബിസിനസ് സ്ട്രാറ്റജിയാണല്ലോ ചെയ്യുന്നത്, ലോക്കൽ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താണ്, അവിടെ ഉള്ള ആൾക്കാരെ മതി, അതിന് പുറമേ ഉള്ള ആൾക്കാരെ വേണ്ട. അപ്പോൾ ഇവിടെ പ്രസൻസ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പ്രസൻസ് ഓർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റിയിലും ആ സിറ്റിനോട് താല്പര്യമുള്ള ആൾക്കാരും. സോ അങ്ങനെ ഉള്ള ആൾക്കാർ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഈ പ്രസൻസ് ഓർ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ആ ഒരു സിറ്റിയിലുള്ള ആൾക്കാരും പ്ലസ് ആ സിറ്റിനോട് താല്പര്യമുള്ള ആൾക്കാരും എന്താ പറയുക, അങ്ങനത്തെ ആൾക്കാരെ എനിക്ക് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ആണ് ഞാനിത് യൂസ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, പ്രസൻസ് കൊടുക്കുക. അതായത് ആ ഒരു സ്ഥലത്ത് ഉള്ള ആൾക്കാരെ മാത്രം എനിക്ക് ടാർഗറ്റ് ചെയ്താൽ മതി. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ലോക്കൽ ബിസിനസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാർ, അതായത് കറൻ്റ്ലി ഞാൻ കൊടുത്ത സ്ഥലങ്ങളിലെ ആൾക്കാരെ മാത്രം എനിക്ക് ടാർഗറ്റ് ചെയ്താൽ മതി. ദെൻ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഇവിടെ ഉണ്ട്, നമുക്ക് മലയാളം കൊടുക്കണമെങ്കിൽ മലയാളം കൊടുക്കാം. പിന്നെന്താണ്, പൊളിറ്റിക്കൽ ആഡ്സ് കാര്യങ്ങളൊന്നും റൺ ചെയ്യുന്നില്ല, അതിനോട് റിലേറ്റ് ചെയ്തുള്ള ആഡല്ല, സോ അതുകൊണ്ട് നോ കൊടുക്കുക. പിന്നെ ഇവിടെ ഓഡിയൻസ് സെഗ്മെൻറ്റ്സ് ഉണ്ട്. അഗെയിൻ ഞാൻ ഇവിടെ ഓഡിയൻസ് സെഗ്മെൻറ്റ്സിലോട്ടേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. പക്ഷേ ഓഡിയൻസ് സെഗ്മെൻറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യേണ്ടത്, എന്തിനാണ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ബ്രൗസിൽ എടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ഡെമോഗ്രാഫിക്സ്, എഫിനിറ്റി, ഇൻ മാർക്കറ്റ്, നിങ്ങളുടെ ഡേറ്റാ സെഗ്മെൻറ്റ്സ്, കമ്പൈൻഡ് ഡേറ്റാ സെഗ്മെൻറ്റ്സ്. ഇനിയിപ്പോൾ അതല്ല, നമ്മളിവിടെ ഓഡിയൻസിനെ നമ്മൾ എന്താ പറയുക, ന്യൂ സെഗ്മെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോ. അത് വെച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. റീടാർഗറ്റിംഗ് എങ്ങനെയാണ് ക്യാമ്പയിൻസ് സെറ്റ് ചെയ്യേണ്ടത്, അത് ഇതിലെങ്ങനെയാണ് വരുന്നത്, എപ്പോഴാണ് ഓഡിയൻസിനെ ചൂസ് ചെയ്യേണ്ടത്, ഏത് ക്യാമ്പയിൻ സ്ട്രക്ചറിന് അല്ലെങ്കിൽ ഏത് ക്യാമ്പയിനാണ് ഓഡിയൻസിനെ ചൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാലായിട്ട് ലൈക്ക് ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, നമുക്കതിൻ്റെ വീഡിയോ ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ കൊടുക്കില്ല, ബിക്കോസ് ഞാൻ ലോക്കൽ സെർച്ച് ടേംസ് വെച്ചിട്ടാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, ടാർഗറ്റ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് ഞാൻ ഓഡിയൻസിന് ഇപ്പം കൊടുക്കുന്നില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, ആഡ് റൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് റൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആഡുകൾ റൊട്ടേറ്റ് ചെയ്യുക. അതായത് ഇപ്പം ഒപ്റ്റിമൈസേഷൻ പ്രിഫർ ബെസ്റ്റ് പെർഫോമിങ് ആഡ്സ്. ഇപ്പം നമ്മൾ പല ഹെഡ്ലൈൻസും ഡിസ്ക്രിപ്ഷൻസും കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അത് ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അതിലേറ്റവും കൂടുതൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും ഗൂഗിൾ ആഡ്സ് ഗൂഗിൾ കാണിക്കുന്നത്. സോ അതിൽ ഏറ്റവും കൂടുതൽ ക്ലിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നത് ഏതാണോ അത് കൂടുതലായിട്ട് കാണിക്കുക, പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ് ഒപ്റ്റിമൈസിൽ കൊടുക്കുന്നത്. ഡു നോട്ട് ഒപ്റ്റിമൈസ് ആണെങ്കിൽ അത് അങ്ങനെ വേണ്ട. എല്ലാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതും വൺസ് നമ്മുടെ ക്യാമ്പയിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി അതിൻ്റെ റിസൾട്ട്സ് കാണുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഈ ഒരു സ്ട്രക്ചറാണ് നല്ല രീതിയിൽ വർക്ക് ആവുന്നത്, സോ അത് പിൻ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് അൺപിൻ ചെയ്ത് കൊടുക്കാം. ഈ ഹെഡ്ലൈനും ഈ ഡിസ്ക്രിപ്ഷനും ഒരു കോമ്പിനേഷനായിട്ട് എപ്പോഴും സ്റ്റില്ലായിട്ട് തന്നെ, സ്റ്റേബിളായിട്ട് തന്നെ, അങ്ങനെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് അത് തന്നെ പോകണം എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് വൺസ് ഞാൻ ക്യാമ്പയിനൊക്കെ ബിൽഡ് ചെയ്ത് അതിലുള്ള ഡേറ്റാസ് പഠിക്കുമ്പോഴാണ്. ഓക്കെ, പിന്നെന്താണ്, അടുത്തത് നമുക്ക് സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുക്കാനുണ്ട്.
നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. പിന്നെ ആഡ് സ്കെഡ്യൂൾ, അതായത് ആഡ് സ്കെഡ്യൂൾ ഒരു ദിവസത്തിൽ ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ലീഡ്സ് എടുക്കാനായിട്ട് ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഹവേഴ്സ് എന്തൊക്കെയാണ്. കാരണം കോൾസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ബിസിനസ് അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഒരു ചാറ്റ് ബോട്ടോ വോയിസ് ഏജൻറ്റോ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നൈറ്റിലൊക്കെ കോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എടുത്ത് സംസാരിക്കാനൊന്നും പറ്റില്ല. സോ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്വാളിറ്റി ലീഡ് പോകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ വോയിസ് ഏജൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റിൽ എംബഡ് ചെയ്യുക. ഇനി അതല്ലാന്നാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളുടെ ബിസിനസ് ഹവേഴ്സിൽ നമ്മൾ ആഡുകൾ റൺ ചെയ്യുക. ഇനി അതും അല്ലാന്നാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞിരിക്കുന്ന റിസർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എപ്പോഴാണോ ലീഡ് സബ്മിറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലുള്ളത് ആ സമയത്ത് നോക്കിയിട്ട് ആഡുകൾ റൺ ചെയ്യാൻ വേണ്ടി നോക്കുക. സോ അതാണ് ആഡ് സ്കെഡ്യൂൾ കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഓഡിയൻസിനെ മാക്സിമം പഠിച്ച് കഴിയുമ്പോഴാണ് നമുക്കിതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കൊടുക്കാം. ദെൻ അടുത്തത് നമുക്ക് വരുന്നത് നമ്മളുടെ ഇവിടെ AI Max ഇപ്പം നമുക്ക് കാണാം. അതായത് എല്ലാം AI ആണല്ലോ. സോ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, AIക്ക് കംപ്ലീറ്റ്ലി വിട്ടുകൊടുക്കാം. AI തന്നെ എല്ലാ കീവേഡ്സ് കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യട്ടെ, AI തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ AIക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. പക്ഷെ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് അത് വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ട് മാനുവലി ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് ഓക്കെ, ഞാനിവിടെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ എന്തൊക്കെ പ്രോഡക്ട്സും സർവീസൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എനിക്കിവിടെ കിട്ടും. ആൻഡ് അതിനനുസരിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യും, ബാക്കിയുള്ള അസറ്റ്സ് കാര്യങ്ങളൊക്കെ ഗൂഗിൾ തന്നെ എനിക്ക് എന്ത് ചെയ്യും, സെറ്റാക്കിയിട്ട് ഗൂഗിൾ ആഡ്സ് തന്നെ എനിക്ക് സെറ്റാക്കിയിട്ട് തരും. ഓക്കെ, ഇത് കണ്ടില്ല, ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും ഫെച്ചായിട്ട് വരും. ഈവൻ കീവേഡ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി ഫെച്ചായിട്ട് വരും. ഓക്കെ, പക്ഷെ നമ്മളെപ്പോഴും അത് കൊടുക്കാത്തതാണ് ഫോർ ദി ടൈം ബീങ്. നമ്മൾ ഇനീഷ്യൽ സെറ്റപ്പ് ആണെങ്കിൽ നമ്മളത് കൊടുക്കാണ്ട് മാനുവലായിട്ട് റിസർച്ച് ചെയ്തിട്ട് എടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, AI വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഞാനിപ്പം അടുത്തത് എനിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് എനിക്ക് കീവേഡ്സ് കണ്ടുപിടിക്കണം അല്ലേ. സോ കീവേഡ്സ് എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത്? കീവേഡ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൂളാണ് എന്ത്, ഗൂഗിളിൻ്റെ കീവേഡ് പ്ലാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഗൂഗിളിൽ നിങ്ങൾ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ആഡ്സിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീവേഡ് പ്ലാനർ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് നിങ്ങൾ ടൂൾസിൽ വരാം. ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ പ്ലാനിങ്ങിൽ പോവാം. പ്ലാനിങ്ങിൽ പോയി കഴിഞ്ഞാൽ കീവേഡ് പ്ലാനർ എടുക്കാം. സോ ഈ കീവേഡ് പ്ലാനർ എടുത്തിട്ട് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കീവേഡ്സിന് റിസർച്ച് ചെയ്യണത്. ഓക്കെ, സോ കീവേഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, നമ്മൾ സെർച്ച് ആഡ് ആണ് ചെയ്യുന്നത് അല്ലേ. സെർച്ച് ആഡ് എന്ന് വെച്ചാൽ ഹയർ ഇൻറ്റൻറ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പ്ലംബിംഗ് സർവീസ് ആവശ്യമുള്ള ഒരാൾക്കാരാണ്, ഇനി അതല്ലാന്നാണെങ്കിൽ ഒരു കാർ വാഷിംഗ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സർവീസസ് നോക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ആദ്യം വന്നിട്ട് എന്താ ചെയ്യുക, ഗൂഗിളിൽ വന്നിട്ട് സെർച്ച് ചെയ്യുക അല്ലേ. ഇപ്പോൾ പ്ലംബിംഗ് ആണ്, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, ആൾ ആദ്യം വന്നിട്ട് ഗൂഗിളിൽ വന്നിട്ട് സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ വന്നിട്ട് ഇപ്പം ആണെങ്കിൽ മാപ്പിലുള്ള ഫസ്റ്റ് നിൽക്കുന്ന നമ്പർ ഏതാണ്, ആ നമ്പർ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അവർ വിളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ സെർച്ച് ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. എന്തായിരിക്കും അവർ സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഏത് രീതിയിലായിരിക്കും അവർ സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇതെനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. സോ അത് കണ്ടുപിടിക്കുമ്പോഴാണ് എൻ്റെ ആഡ് കറക്റ്റായിട്ടുള്ള ആൾക്കാരിലോട്ടേക്ക് അത് എത്തുന്നതും കറക്റ്റായിട്ടുള്ള ലീഡ്സ് എനിക്ക് കിട്ടുന്നതും. സോ പല രീതിയിലും ആൾക്കാർ സെർച്ച് ചെയ്യാം. ഇപ്പോൾ പ്ലംബിംഗ് സർവീസിൻ്റെ കേസിൽ തന്നെ നിയാമി എന്നുള്ള രീതിയിൽ ആൾക്കാർ സെർച്ച് ചെയ്യാം, റിപ്പയറിംഗ് എന്നുള്ള രീതിയിൽ ആൾക്കാർ സെർച്ച് ചെയ്യാം, സർവീസസ് പല രീതിയിലുള്ള സർവീസസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ പല രീതിയിലുള്ള സർവീസസ് എന്നുള്ള രീതിയിൽ ആൾക്കാർ സെർച്ച് ചെയ്യാം. സോ അങ്ങനെ പല രീതിയിൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഒരു ക്യാമ്പയിനിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ആഡ് ഗ്രൂപ്പ്സുകൾ സെറ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പല രീതിയിലുള്ള ആഡ് ഗ്രൂപ്പ്സ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ട്, അതായത് നമ്മളൊരു ക്യാമ്പയിൻ മൾട്ടിപ്പിൾ ക്യാമ്പയിൻസ് ആണ്, ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ക്യാമ്പയിൻസ് റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതായത് ഒരു ക്യാമ്പയിന് നമ്മളിപ്പോൾ എമർജൻസി പ്ലംബിങ് മാത്രം വെച്ചിട്ട് നിയർ ബൈ ഏരിയാസിലോട്ടേക്ക് നമ്മളൊരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് സർവീസസ് ആയിരിക്കും. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഏരിയാസിനും എനിക്ക് സ്പെസിഫിക് എമൗണ്ട് സെറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആഡുകൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ എന്താണ്, ഓരോ റീജൻസ് വെച്ചിട്ട് ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് ആഡ് ഗ്രൂപ്പ്സ് സെറ്റ് ചെയ്യും. എന്നിട്ട് അതിലോട്ടേക്ക് ഞാൻ ഓരോ ഏരിയാസിന് ഞാൻ ഡിഫറെൻറ്റ് എമൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. സോ ആ രീതിയിലും എനിക്ക് എന്ത് ചെയ്യാം, അങ്ങനെ മൾട്ടിപ്പിൾ ക്യാമ്പയിൻസ് നിങ്ങൾക്ക് റൺ ചെയ്യാം.
പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്യാമ്പയിനിലും മൾട്ടിപ്പിൾ ആഡ് ഗ്രൂപ്പ്സ്, ഈ ആഡ് ഗ്രൂപ്പ്സ് ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കണ്ടില്ലേ, ഒരു ആഡ് ഗ്രൂപ്പിൽ ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കീവേഡ്സ് ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടാമത്തെ ആഡ് ഗ്രൂപ്പിൽ എമർജൻസി പ്ലംബിംഗ്, എമർജൻസി സർവീസസ് വെച്ചിട്ടുള്ള കീവേഡ്സ് ആണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. മൂന്നാമത്തെ ആഡ് ഗ്രൂപ്പിൽ റിപ്പയർ ജോബ്സ് അല്ലെങ്കിൽ റിപ്പയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കീവേഡ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ ആ രീതിയിൽ എനിക്ക് എന്ത് ചെയ്യണം, കീവേഡ്സ് എടുക്കാനായിട്ട് പറ്റണം. സോ ഞാൻ ആദ്യം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പ്ലംബിംഗ് റിലേറ്റഡ് എല്ലാ കീവേഡ്സും ഞാൻ എടുക്കും. ആൻഡ് അവിടെ നിന്ന് ഞാൻ ഇതിന് എന്ത് ചെയ്യും, സെഗ്മെൻറ്റൈസ് ചെയ്യും. എമർജൻസി രീതിയിൽ ഞാൻ സെഗ്മെൻറ്റ് ചെയ്യും, സർവീസ് രീതിയിൽ ഞാൻ സെഗ്മെൻറ്റ് ചെയ്യും, റിപ്പയർ രീതിയിൽ ഞാൻ എന്ത് ചെയ്യും, സെഗ്മെൻറ്റ് ചെയ്യും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ കീവേഡ് പ്ലാനറിൽ വന്നിട്ട് നമ്മൾ ആദ്യം തന്നെ കീവേഡ് റിസർച്ച് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് പ്ലംബർ നിയർ മീ, എമർജൻസി പ്ലംബിംഗ് സർവീസ്, പ്ലംബർ സർവീസ്, അങ്ങനെ വേണ്ടുന്ന രീതിയിൽ ഞാൻ എന്താണോ കീവേഡ്സ് അതൊക്കെ വന്നിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ട് അതിന് റിസൾട്ട് എടുക്കും. സോ ഇവിടെ റിസൾട്ട്സ് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് റിസൾട്ട്സ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കീവേഡിൻ്റെ റെലവൻസ് ഉണ്ട്. സോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്ലംബർ നിയർ മീ, പ്ലംബിംഗ് റിപ്പയർ, പ്ലംബിംഗ് സർവീസസ് എന്നൊക്കെ കൊടുത്തപ്പം അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡും അതിൻ്റെ ആവറേജ് മന്ത്ലി സെർച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കുന്നത്. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ആവറേജ് മന്ത്ലി സെർച്ചേഴ്സ് ആണ്. കാരണം ആ കീവേഡ് ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ അതിനോട് കാര്യമില്ലയോ. അപ്പോൾ അതിന് എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ആവറേജ് മന്ത്ലി സെർച്ചേഴ്സ് വരുന്നത് എന്നുള്ളത് നോക്കുക. പിന്നെ ഇവിടെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ കീവേഡിന് ടോപ്പ് ബിഡ് എത്രയാണ്, ഇവിടെ ഇപ്പോൾ നമ്മൾ പ്ലംബർ നിയർ മീ എന്നുള്ള കീവേഡിന് 3 രൂപയാണ് ടോപ്പിൽ വരുന്നത്, ലോ റേഞ്ചിൽ വരുന്നത്, ഹൈ റേഞ്ചിൽ വരുന്നത് 22 rupees എന്നുള്ള രീതിയിലാണ്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ബിഡിങ്ങും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യണമെങ്കിലും അതും നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ആവറേജ് മന്ത്ലി സെർച്ചേഴ്സ് ആണ്. പിന്നെ കോമ്പറ്റീഷനും ലോ ആണോ ഹൈ ആണോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ഈ കീവേഡ് റിസർച്ചും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം, അത് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഞാനിപ്പോൾ നോക്കുകയാണ്. ഇപ്പം ഞാൻ ഇവിടെ പ്ലംബർ നിയർ മീ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ ഇതൊക്കെ റിപ്പയർ ആണ്, എമർജൻസി പ്ലംബർ നിയർ മീ, പിന്നെന്താണ് ചീപ്പ് പ്ലംബർ നിയർ മീ, ലോക്കൽ പ്ലംബേഴ്സ്. സോ ആ രീതിയിൽ എനിക്ക് ഇവിടുന്ന് ഒരുപാട് കീവേഡ്സ് എനിക്ക് ഇവിടെ കിട്ടും. ഞാനിപ്പോൾ റാൻഡമായിട്ട് കുറച്ച് ചൂസ് ചെയ്യാണ്, ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല, റാൻഡംലി ഞാൻ കുറച്ച് ചൂസ് ചെയ്യാണ്. ആൻഡ് നമ്മളിത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കീവേഡ്സ് ഓരോന്നും എടുത്തിട്ട് നമ്മളിത് കോപ്പി ചെയ്യും. കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷീറ്റിലോട്ടേക്ക് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആകെ 6 വന്നിട്ടുള്ളൂ. ആൻഡ് അത് ഒരു പേജിലുള്ളത് മാത്രമാണ് കോപ്പി ആയിട്ടുള്ളത്. ആൻഡ് ഈ പേജിലുള്ളതും കൂടി ഞാൻ എടുക്കാം. ഒരു 10 ഞാനിപ്പം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം നമ്പേഴ്സ് ഉണ്ടാവും, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50 to 40 ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് വെക്കുക. ആൻഡ് ഇവിടെ നിന്നും നിങ്ങൾക്ക് ഇതിനെ സെഗ്മെൻറ്റൈസ് ചെയ്യണം. അപ്പോൾ സെഗ്മെൻറ്റൈസ് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല. ഇത് അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം അങ്ങനെ കോപ്പി ചെയ്യുക. എന്നിട്ട് കോപ്പി ചെയ്തിട്ട് ChatGPTയുടെ അടുത്ത് ചോദിക്കുക, എനിക്ക് ഇതിൽ നിന്നും എമർജൻസി സർവീസ് റിപ്പയർ ഈ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ടുള്ള കീവേഡ്സ് എനിക്ക് സെഗ്മെൻറ്റൈസ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ഓരോ കീവേഡ്സും, അതായത് ഇതിൽ നിന്നും എമർജൻസിയിൽ ഏതാണ് വേണ്ടുന്നത്, സർവീസിൽ ഏത് കീവേഡ്സാണ് വരുന്നത്, റിപ്പയറിൽ ഏത് കീവേഡ്സാണ് വരുന്നത് എന്നുള്ളത് ഇതിൽ തന്നെ പറഞ്ഞു തരും. ഇനി അതല്ല, ChatGPTയുടെ അടുത്ത് നിങ്ങൾക്ക് ഒരു ഇനീഷ്യൽ ലെവലിൽ കീവേഡ്സ്, അതായത് എൻ്റെ ഇൻറ്റൻഷൻ ഇന്നതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് കീവേഡ്സ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. സോ ആ രീതിയിലുള്ള എങ്ങനെയാണ് നിങ്ങൾക്ക് കീവേഡ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ChatGPT യൂസ് ചെയ്തിട്ട് അതിൻ്റെ പ്രോംപ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഷെയർ ചെയ്ത് തരാം. ആൻഡ് സോ ആ രീതിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കീവേഡ്സ് കാര്യങ്ങളൊക്കെ സെഗ്മെൻറ്റൈസ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് കീവേഡ്സ് ആണ്. എന്താ നെഗറ്റീവ് കീവേഡ്സ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലംബിംഗ് ജോബ്സ് നോക്കുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഫ്രീ രീതിയിൽ നോക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാത്ത എന്തെങ്കിലും സർവീസസോ റിപ്പയറോ നോക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സാധനങ്ങൾ. ഇനിയിപ്പോൾ അതല്ല, കറക്റ്റ് ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട്, അതായത് ഇന്നൊരു ബ്രാൻഡിൻ്റെ പേര് വെച്ച് ടൈപ്പ് ചെയ്ത് നോക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അങ്ങനെ അടിക്കുന്ന സമയത്ത് എൻ്റെ ആഡ് കാണിക്കേണ്ട. അപ്പോൾ അങ്ങനെ കാണിക്കാണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനത്തെ കീവേഡ്സിൽ ഞാൻ നെഗറ്റീവിലോട്ട് ഇടും. അത് മേ ബി ബ്രാൻഡിൻ്റെ പേരുകളായിരിക്കാം. ഇനി അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫ്രീ, ജോബ്, കോഴ്സ്,
അങ്ങനത്തെ ഡിസ്കൗണ്ട് ഓഫേഴ്സ് അങ്ങനത്തെ രീതിയിലുള്ളതും ആയിരിക്കാം. സോ അങ്ങനെ എന്തടിക്കുമ്പോൾ എൻ്റെ ആഡ് വരാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ ഈ നെഗറ്റീവ് കീവേഡ്സിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് റിഫൈൻ കീവേഡ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രാൻഡുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കുമ്പം, അതായത് ഇപ്പോൾ ഇവിടെ ബ്രാൻഡ് ഓർ നോൺ ബ്രാൻഡാണ്, നോൺ ബ്രാൻഡ്സ് മാറ്റിയിട്ട് ബ്രാൻഡ് വെച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രാൻഡിൻ്റെ പേരുകൾ ഇവിടെ കാണിക്കാൻ വേണ്ടി കാണിക്കും. ആൻഡ് അത് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രാൻഡിൻ്റെ പേരുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. സോ അങ്ങനെ നെഗറ്റീവ് കീവേഡ്സ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ കീവേഡ്സ് ചൂസ് ചെയ്യേണ്ടത്? വൺസ് നമ്മുടെ കീവേഡ്സ് സെറ്റ് ചെയ്ത്, ഇതൊക്കെ ഓരോ ആഡ് ഗ്രൂപ്പ്സ് ആണ് കേട്ടോ, കണ്ടില്ലേ, ഇതൊക്കെ ആഡ് ഗ്രൂപ്പ്സ് ആണ്. സോ ഞാനിപ്പോൾ ഇത് ഈ കീവേഡ്സ് ആസ് എൻ എമർജൻസി ആഡ് ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ എന്താ പറയുക കൺസിഡർ ചെയ്യുന്നത്. ഞാൻ നമ്മുടെ ക്യാമ്പയിനിൽ പോയിട്ട് കീവേഡ്സിൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനം കീവേഡ്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി അടുത്തത് കീവേഡ്സിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് കീവേഡ്സ് ഉണ്ട്. ഒന്ന് നെഗറ്റീവ് കീവേഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് എക്സ്ട്രാ ടൈപ്പ് ഓഫ് കീവേഡ് ആണ്. അതർ ദാൻ ദാറ്റ് നമുക്ക് ഫ്രേസ് മാച്ച് ഉണ്ട്, ബ്രോഡ് മാച്ച് ഉണ്ട്, എക്സാക്ട് മാച്ച് ഉണ്ട്. ഓക്കെ, സോ ഫ്രേസ് മാച്ച് നമ്മൾ ഇവിടെ ഈ കൊടുത്തത് പോലെ തന്നെ ഫ്രേസ് മാച്ച് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നു. ബ്രോഡ് മാച്ച് നമ്മൾ ഇൻവേർട്ടഡ് കോമൻറ്റ്, ബ്രോഡ് മാച്ച് നമ്മൾ ജസ്റ്റ് പേര് മാത്രം കൊടുക്കുന്നു. പിന്നെ എക്സാക്ട് മാച്ച് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലും ഫ്രേസ് മാച്ച് നമ്മൾ എന്ത് ചെയ്യുക ഇൻവേർട്ടഡ് കോമൻറ്റ് ഉള്ളിലും കൊടുക്കുന്നു. ഓക്കെ, സോ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ബ്രോഡ് മാച്ച് ആകുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബ്രോഡായിട്ടായിരിക്കും പോകുന്നത്. ഇപ്പം പ്ലംപർ നിയമി എന്ന് പറയുമ്പോൾ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളതും അതിനോട് എന്താ പറയുക മീനിങ് ഏതെങ്കിലും രീതിയിലുള്ള മീനിങ് വരുന്നതും അങ്ങനെ പറഞ്ഞ എല്ലാത്തിലും ബ്രോഡായിട്ടായിരിക്കും നിങ്ങളുടെ ക്യാമ്പയിൻസ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം അത് ജോബ്സ് ഉണ്ടാവാം, റിപ്പയർ ഉണ്ടാവാം, സർവീസ് ഉണ്ടാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അങ്ങനെ അങ്ങ് പോകും. അതിനെക്കുറിച്ച് PDF-കളായിരിക്കാം, ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും സാധനങ്ങളായിരിക്കാം, അങ്ങനെയൊക്കെയാണ് ഇത് കാണിക്കുന്നത്. സോ അതിൻ്റെ അത്രയും സെർച്ച് വോളിയം ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി അതല്ല, ഫ്രേസ് മാച്ച് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇൻവേർട്ടഡ് കോമൻ്റ് ഉള്ളിലാണ് കൊടുക്കുന്നത്. സോ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻവേർട്ടഡ് കോമൻ്റ് ഉള്ളിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളതിലായിരിക്കും റിലേറ്റബിൾ ആയിട്ടുള്ള സിനോണിംസിലും കൂടി നമ്മുടെ ആഡുകൾ കാണിക്കും. എക്സാക്ട് മാച്ച് എന്ന് പറഞ്ഞാൽ ആ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തത് എന്താണോ അത് മാത്രം റീഡ് ചെയ്യില്ല, അപ്പുറത്തും ഇപ്പുറത്തും എന്ത് കൊടുത്തു കഴിഞ്ഞാലും അത് സെറ്റ് ആവില്ല. സോ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഫ്രേസ് മാച്ചിൽ തന്നെ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്നതൊക്കെ എന്ത് ചെയ്യാം, ഇൻവേർട്ടഡ് കോമയിൽ കൊടുക്കുക. ഇനിയിപ്പോൾ അതും സമയമില്ല എന്നാണെങ്കിൽ ഇത് അങ്ങനെ കോപ്പി ചെയ്തിട്ട് ChatGPT എടുത്ത് ഇത് ഇൻവേർട്ടഡ് കോമയിൽ ഫ്രേസ് മാച്ച് ആക്കി മാറ്റി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തരും. അവിടെ നിന്ന് ഡയറക്റ്റ് വന്നിട്ട് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് അടുത്തത് നമുക്ക് വേണ്ടുന്നത് നമ്മളുടെ ആഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്, വിച്ച് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്ഥലം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിൽ വെക്കുക, ഇത് ഒരു ആഡ് ഗ്രൂപ്പാണ്. ഓക്കെ, ഈ ആഡ് ഗ്രൂപ്പിൽ നമ്മൾ എമർജൻസി റിലേറ്റഡ് കീവേഡ്സ് ആണ്, എമർജൻസി സർവീസ് റിലേറ്റഡ് കീവേഡ്സ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ എൻ്റെ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹെഡ്ലൈൻസും ഡിസ്ക്രിപ്ഷൻസും ഒക്കെ തന്നെയായിരിക്കണം എനിക്കിനി ഇവിടെ പോവേണ്ടത്. സോ ആദ്യം തന്നെ URL വേണം. ഓഫ്കോഴ്സ് നമ്മളുടെ ആഡ് വന്ന് കണ്ട് ക്ലിക്ക് ചെയ്ത് ഏത് ലാൻഡിംഗ് പേജിലോട്ടേക്കാണോ പോകുന്നത് അത് എനിക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടി പറ്റണം. സോ ഇവിടെ ഞാൻ URL ആഡ് ചെയ്ത് കൊടുക്കുക. അത് എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക്, ലാൻഡിംഗ് പേജിൻ്റെ ലിങ്ക് എന്താണോ അത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ദെൻ ഞാനിവിടെ ജസ്റ്റ് ലിങ്ക്, ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇവിടെ ഡിസ്പ്ലേ പാത്താണ്. ഡിസ്പ്ലേ പാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ കീവേഡ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസ് ഇത് കാണുമ്പോൾ തന്നെ ഇവരെ ഏത് പേജിലോട്ടേക്കാണ് ലാൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ധാരണ അവിടെ നിന്ന് തന്നെ ചിലപ്പോൾ കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ എമർജൻസി പ്ലംബിംഗ് എന്നുള്ളത് ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഇപ്പുറത്ത് എമർജൻസി പ്ലംബിംഗ് എന്നുള്ളത് അവർ കാണിക്കും, ഡിസ്പ്ലേ പാത്ത് കാണിക്കും. ഓക്കെ, പിന്നെ ഉള്ളത് നമുക്ക് ഇവിടെ കോൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. കോൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾക്ക് എപ്പോഴും നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഉള്ളിലുള്ള വെരിഫൈഡ് ആയിട്ടുള്ള നമ്പർ തന്നെയായിരിക്കണം നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, സോ കോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പം ആ നമ്പർ തന്നെ, അതായത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഉള്ളിലുള്ള വെരിഫൈഡ് ആയിട്ടുള്ള നമ്പർ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ ഇവിടെ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഹെഡ്ലൈൻസ് ആണ്. സോ ഹെഡ്ലൈൻസ് നിന്ന് നമുക്ക് 30 ക്യാരക്ടർ ലെങ്ത് വരുന്നത്. ഡിസ്ക്രിപ്ഷൻ വരുന്ന സമയത്ത് നമുക്ക് 90 ക്യാരക്ടർ ലെങ്ത് വരുന്നത്. സോ ഇവിടെ കണ്ടില്ലേ, 15 ഹെഡ്ലൈൻസും
4 ഡിസ്ക്രിപ്ഷൻസും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ലേ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യം. സോ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കോമ്പിനേഷൻസ് ബിൽഡ് ചെയ്തിട്ടായിരിക്കും ക്യാമ്പയിൻസ് നമ്മളുടെ മുമ്പിലോട്ടേക്ക് എത്തുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഹെഡ്ലൈൻസും ഡിസ്ക്രിപ്ഷൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ സ്ട്രക്ചറൈസ് ചെയ്യണം. സോ കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് നമ്മളിപ്പോഴും ഹെഡ്ലൈൻസും ഡിസ്ക്രിപ്ഷൻസും ഒക്കെ പോവേണ്ടത്. അതർ ദാൻ ദാറ്റ് നമുക്ക് ഒരു സ്ട്രാറ്റജിയും കൂടിയും ഈ ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. വിച്ച് ഈസ് ആദ്യത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമുക്കവിടെ 15 ഹെഡ്ലൈൻസ് വരെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. സോ ഇതിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനിൽ നമ്മൾ ഹെഡ്ലൈൻസ് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ആദ്യം തന്നെ ഇൻക്ലൂഡ് കീവേഡ്സ്. നമ്മളുടെ കീവേഡ്സ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഈ കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കീവേഡ്സ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു കീവേഡ് എടുക്കട്ടെ, പ്ലംബിംഗ് കോൺട്രാക്ടേഴ്സ് നിയർ മീ. ഓക്കെ, സോ ദിസ് ഈസ് മൈ കീവേഡ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, എൻ്റെ ഹെഡ്ലൈനിൽ ഞാൻ ആ രീതിയിൽ തന്നെ പ്ലംബിംഗ് കീവേഡ് എന്ന ആ ഒരു ഇതിൽ തന്നെ നിയർ മീ മാറ്റിയിട്ട് നിയർ യു കൊടുക്കുക. ബിക്കോസ് അത് പറയുമ്പം നിയർ മീ അല്ലല്ലോ, നിയർ യു എന്നുള്ള രീതിയിലല്ല അവർക്ക് ഗ്രാസ്പ് ചെയ്യുക. സോ അത് നിയർ മീ മാറ്റിയിട്ട് നിയർ യു കൊടുക്കുക. രണ്ടാമത്തെ ഹെഡ്ലൈൻ്റെ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഫിൽറ്റേഴ്സ് ആണ്. അതായത് നമ്മുടെ സർവീസിൽ നമ്മൾ ഇത്ര പൈസക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി അവരുടെ അടുത്ത് പറഞ്ഞു തുടങ്ങുവാണെങ്കിൽ ദാറ്റ് ഈസ് ബെറ്റർ അല്ലേ. അപ്പോൾ അവരുടെ മനസ്സിൽ എപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു സാധനമാണ് പ്രൈസിൻ്റെ കാര്യം. അപ്പം നമ്മൾ തന്നെ പറയാണ് പ്രൈസ് സ്റ്റാർട്ട്സ് ഫ്രം അല്ലെങ്കിൽ പ്രൈസ് സ്റ്റാർട്ട്സ് ഫ്രം ₹200 എന്നുള്ളത് ഞാൻ തന്നെ അവിടെ പറയുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടിയും എന്താണ് അവിടെ തന്നെ നമുക്ക് മേ ബി ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് ലീഡ്സ് പോകാനുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ലീഡ്സ് കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. പിന്നെയുള്ള സ്ട്രാറ്റജി എന്താണ്, സോഷ്യൽ പ്രൂഫാണ്. സോഷ്യൽ പ്രൂഫ് അറിയാലോ, റിവ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടെസ്റ്റിമോണിയൽസ് ആയിക്കോട്ടെ, ഇതൊക്കെയാണ്. പക്ഷേ ഇത്രയും നമുക്ക് അതിലൂടെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല, ബിക്കോസ് നമുക്ക് ആകെ 30 ക്യാരക്ടർ ലെങ്ത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണ്. അതായത് 5 സ്റ്റാർ എന്താണ്, ഇപ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ് ബൈ 200 പീപ്പിൾസോ 200 കസ്റ്റമേഴ്സോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതും എന്താണ് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും. സോ അതാണ് സോഷ്യൽ പ്രൂഫ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പറയുന്നത്. ആൻഡ് അടുത്തത് ഡൈനാമിക് ആണ്. ഇതൊരു സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജി എത്രത്തോളം ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ആൾക്കാർക്ക് അറിയാമെന്ന് എനിക്ക് അറിയില്ല ഗൂഗിൾ ആഡ്സിൽ. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ആൻഡ് അത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടാവണം. അതായത് നമ്മളിവിടെ ഈ ഒരു ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ, അതായത് എന്താ പറയുക, കേർവ് ബ്രാക്കറ്റ് ഉണ്ടല്ലോ, അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. കീവേഡ് ഇൻസേർഷൻ, കൗണ്ട് ഡൗൺ, ലൊക്കേഷൻ ഇൻസേർഷൻ. അതായത് ഡൈനാമിക്കായിട്ട് അതായത് ഗൂഗിളാണ് തീരുമാനിക്കുന്നത്. ഇപ്പം ഞാനിവിടെ കീവേഡ് ഇൻസേർഷൻ കൊടുക്കുകയാണെങ്കിൽ കീവേഡ് ഇൻസേർഷനിൽ ഞാൻ ഇവിടെ എമർജൻസി പ്ലംബർ എന്നുള്ളത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ 30 ക്യാരക്ടറിൻ്റെ ഉള്ളിൽ ഈ രീതിയിൽ എന്താണോ ടൈപ്പ് ചെയ്യുന്നത്, ഏത് രീതിയിലാണോ ആൾക്കാർ ടൈപ്പ് ചെയ്യുന്നത്, അത് നമ്മളുടെ ഹെഡ്ലൈനായിട്ട് അവിടെ കാണിക്കും. ഓക്കെ, സോ എമർജൻസി പ്ലംബർ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് 30 ക്യാരക്ടറിൽ ഏത് രീതിയിൽ ആൾക്കാർ ടൈപ്പ് ചെയ്യുന്നോ സെർച്ച് ചെയ്യുന്നോ ആ രീതിയിൽ അത് തന്നെ എൻ്റെ ഹെഡ്ലൈനായിട്ട് കാണിക്കും. സോ അതാണ് ഈ ഒരു കീവേഡ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. ഇനി അതല്ല, അതേപോലെ തന്നെ നമുക്ക് എന്താണ് ലൊക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് സ്റ്റേറ്റ്, കൺട്രി, സിറ്റി ഞാൻ കൊടുക്കുകയാണ്. സിറ്റി കൊച്ചി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ലൊക്കേഷൻ കൊച്ചി വെച്ചിട്ട് എൻ്റെ കീവേഡ് വെച്ചിട്ട് ആൾക്കാർ ആരെങ്കിലും ഇപ്പം എമർജൻസി പ്ലംബർ എന്നുള്ള രീതിയിൽ ആൾക്കാർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഏത് സിറ്റിയിൽ നിന്നാണോ ടൈപ്പ് ചെയ്യുന്നത് അവിടെ എൻ്റെ ആഡുകൾ കാണിക്കാൻ ഓട്ടോമാറ്റിക്കലി ആ സിറ്റി വെച്ചിട്ട് ആഡുകൾ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്ട്രാറ്റജൈസ് ചെയ്തിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന ഓപ്ഷൻസ് ആണ്. സോ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളതും നമ്മൾ ഹെഡ്ലൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. ആൻഡ് പിന്നെ ഉള്ളത് എന്താ, 5ാമത്തേത് സർവീസ് ഇൻ ഏരിയ എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട്, അതായത് ഇന്ന ഏരിയയിൽ ഞാൻ ഇന്ന സർവീസ് കൊടുക്കുന്നു. അതായത് എന്താ പറയുക, എമർജൻസി പ്ലംബിംഗ് സർവീസ് ഇൻ അല്ലെങ്കിൽ എമർജൻസി പ്ലംബർ ഇൻ കൊച്ചി എന്നുള്ളത് കൊടുക്കുന്നതാണ് സർവീസ് ഇൻ ഏരിയ എന്ന് പറയുന്നത്. സോ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഹെഡ്ലൈൻസ് നമ്മൾ
സെറ്റ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ കോമ്പിനേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻസും സെറ്റ് ചെയ്ത് വെക്കുക, വിച്ച് ഇസ് 90 ക്യാരക്ടർ ലെങ്ത്തിൽ. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിനൊരു കോമ്പിനേഷൻ പോലെ സെറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ അതും നമ്മൾ സെറ്റ് ചെയ്യാം. ഓക്കെ. ആൻഡ് പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് എക്സ്റ്റെൻഷൻസ് എന്ന് പറഞ്ഞാൽ, അതായത് ആഡഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ്. നിങ്ങളുടെ ഓഡിയൻസ് അവർക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ സർവീസസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് നമ്മൾ എക്സ്റ്റൻഷൻസ് ആഡ് ചെയ്യുക എന്ന് പറയുന്നത്, അത് ആഡ് ചെയ്യുമ്പം ക്ലിക്ക് കിട്ടാനും ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ അതിൽ ഒരുപാട് എക്സ്റ്റൻഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ലോക്കൽ ബിസിനസ് സ്ട്രാറ്റജിയുടെ കേസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സൈറ്റ് ലിങ്ക് ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡിഫറെൻറ്റ് സർവീസസ് ആഡ് ചെയ്ത് കൊടുക്കുക, ഡിഫറെൻറ്റ് സർവീസസിനും ലാൻഡിംഗ് പേജ് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ആ ഒരു പെർട്ടിക്കുലർ സർവീസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ സർവീസിൻ്റെ ലാൻഡിംഗ് പേജിലേക്കായിരിക്കും ആൾക്കാർ കയറുന്നത്. സോ അതാണ് സൈറ്റ് ലിങ്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സൈറ്റ് ലിങ്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ എമർജൻസി സർവീസ് എന്ന് ഞാൻ കൊടുത്തിട്ട് ആ ഒരു ലാൻഡിംഗ് പേജിലോട്ടേക്ക് ഞാൻ കൊടുക്കുക. രണ്ടാമത്തത് ഞാനിപ്പം റിവ്യൂസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഓഫ്കോഴ്സ് റിവ്യൂസ് ഉള്ള പേജിലോട്ടേക്ക് എനിക്ക് അവരെ എന്താ പറയുക സെറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. സോ ഇതേപോലെ നമ്മളുടെ ഹെഡ്ലൈൻ്റെയും ഡിസ്ക്രിപ്ഷൻ്റെയും അടിയിൽ മൾട്ടിപ്പിൾ ലിങ്കുകളായിട്ട്, അതായത് ക്ലിക്കബിൾ ലിങ്ക്സ് ആയിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. അതാണ് സൈറ്റ് ലിങ്ക്സ് ആഡ് ചെയ്യുക എന്ന് പറയുന്നത്. സോ അതാണ് സൈറ്റ് ലിങ്കിൻ്റെ കേസ്. പിന്നെ എനിക്കിതിൽ ആഡ് ചെയ്യേണ്ട എക്സ്റ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ ഔട്ട് എക്സ്റ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ USPs എന്തൊക്കെയാണോ ആ USPs ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ബേസിക്കലി ഇപ്പം എന്താ പറയുക 100% ഗ്യാരണ്ടീഡ്, അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ USPs എന്തൊക്കെയാണോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ കോൾ ഔട്ട് എന്ന് പറയുന്നത്. ഫ്രീ അല്ലെങ്കിൽ 100% ഗ്യാരണ്ടി ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അത് ഇതേപോലെ ഓരോന്നായിട്ട് കാണിക്കും. ഇതൊക്കെ നിങ്ങളും ഡെയിലി ബേസിസിൽ എക്സ്പീരിയൻസ് ചെയ്തതായിരിക്കും എല്ലാ റിസൾട്ടിലും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ആഡുകൾ കാണുമ്പോൾ. സോ ഈ രീതിയിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പോകുന്നതാണ് നമ്മൾ കോൾ ഔട്ട് എന്ന് പറയുന്നത്. കോൾ ഔട്ട് ചെയ്യുക ആ പേരിൽ തന്നെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പ്രൊമോഷൻസ്, എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ സീസണൽ പ്രൊമോഷൻസ് ആ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. മോണിറ്ററി ഡിസ്കൗണ്ട് ഉണ്ട്, പേഴ്സൺ ഡിസ്കൗണ്ട് ഉണ്ട്, 10% ഓഫർ ഫോർ ന്യൂ കസ്റ്റമേഴ്സ് എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ന്യൂ കസ്റ്റമേഴ്സ് ആണെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ആ രീതിയിൽ നമ്മുടെ ലാൻഡിംഗ് പേജ് സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത് മാത്രം. സോ അങ്ങനെ നമുക്ക് പ്രൊമോഷൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പ്രൈസസ് ഉണ്ട്. പിന്നെ ലീഡ് ഫോമിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല, നമുക്ക് ഡയറക്റ്റ് കോൾസ് ആണ് നമുക്ക് മെയിൻലി വേണ്ടത്. സോ ആ കോള് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ആഡ് ഗ്രൂപ്പ് അവിടെ കംപ്ലീറ്റ് ആവും. നമ്മൾ 3 ആഡ് ഗ്രൂപ്പ്സ് ആണ് സെറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കിനി അടുത്ത ആഡ് ഗ്രൂപ്പ്സ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതേ ക്യാമ്പയിനിൽ അടുത്ത ആഡ് ഗ്രൂപ്പ്സ് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആഡ് സ്ട്രെങ്ത് കംപ്ലീറ്റ് ആവും. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതൊക്കെ ടിക്ക് കിട്ടും നിങ്ങൾക്ക്. ഇതെല്ലാം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. റെക്കമെൻഡഡ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ഗുഡ്. ഇത് നിങ്ങളുടെ ആഡ് സ്ട്രെങ്ത് നിങ്ങൾ എപ്പോഴും കംപ്ലീറ്റ് ആവാൻ തന്നെയായിരിക്കണം നോക്കേണ്ടത്. ആൻഡ് നമ്മൾ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് എത്രയാണോ സെറ്റ് ചെയ്യേണ്ടത് അത് ചോദിക്കും. സോ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റം ബഡ്ജറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിക്ക് കിട്ടുന്ന രീതിയിൽ നമുക്കിപ്പോൾ ടു സ്റ്റാർട്ട് വിത്ത് 200, 250, 300 നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മളുടെ മൈൻഡിലൊരു കാൽക്കുലേഷൻസ് ഉള്ള ഒരു 10 ക്ലിക്ക് അല്ലെങ്കിൽ 11 ക്ലിക്ക് ഇത്ര കിട്ടണം എന്നുള്ളത്. സോ ആ രീതിയിൽ നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. വൺസ് ഒരു ക്യാമ്പയിൻ കംപ്ലീറ്റ് ചെയ്ത് അതിന് റിസൾട്ട്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഒരു ക്ലിക്കിന് എത്ര പൈസ പോകുന്നുണ്ട്, എത്ര ക്ലിക്സ് കിട്ടിയിട്ടുണ്ട്, ആ അത്രയും ക്ലിക്സിന് എത്ര പൈസ പോയിട്ടുണ്ട്, അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നിങ്ങൾക്ക് അടുത്ത ക്യാമ്പയിൻസിന് ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാവും. ദെൻ ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക. നിങ്ങളുടെ ക്യാമ്പയിൻ ഇവിടെ ഒരു ആഡ് ഗ്രൂപ്പ് നമ്മൾ ഓൾറെഡി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കുറച്ച് എറേഴ്സ് കാണിക്കുന്നുണ്ട് ബിക്കോസ് നമ്മൾ പ്രോപ്പറായിട്ടല്ലല്ലോ ചെയ്തിരിക്കുന്നത്. ആൻഡ് പിന്നെ നമുക്കിതിൽ അടുത്ത ആഡ് ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മുടെ ഇൻ്റർഫേസിലോട്ടേക്ക് വരാം. ഇൻ്റർഫേസിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാമ്പയിൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ആഡ് ഗ്രൂപ്പ്സ് കാണും. ഈ ആഡ് ഗ്രൂപ്പ്സ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങളുടെ ക്യാമ്പയിൻ കറൻ്റ്ലി ഏത് ക്യാമ്പയിനാണോ നിങ്ങൾ റൺ ചെയ്തിട്ടുള്ളത് ആ ക്യാമ്പയിൻ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ആഡ് ഗ്രൂപ്പ്സ് എന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനൊരു ക്യാമ്പയിൻ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ പ്രോപ്പർ നെയിം കൊടുത്തിട്ട് സേവ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യാൻ നമുക്ക് കിട്ടുള്ളൂ ഏതാണ് ആ ക്യാമ്പയിൻ എന്നുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ ആഡ് ഗ്രൂപ്പ്
കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വരും. ഓക്കെ, സോ അങ്ങനെയാണ് ആഡ് ഗ്രൂപ്പ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ആൻഡ് അങ്ങനെ മൾട്ടിപ്പിൾ ആഡ് ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെയാണ് നമുക്കിവിടെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കീവേഡ്സിൽ നമ്മൾ ഈ പറഞ്ഞായിരുന്നു നമുക്ക് നെഗറ്റീവ് കീവേഡ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. സോ ആ നെഗറ്റീവ് കീവേഡ്സ് ആഡ് ചെയ്യണമെങ്കിലും നമ്മളുടെ ക്യാമ്പയിൻസിൽ വന്നിട്ട് കീവേഡ്സ് എടുക്കുക. കീവേഡ്സിൽ കണ്ടില്ലേ നെഗറ്റീവ് കീവേഡ്സ് ഇവിടെ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ നെഗറ്റീവ് കീവേഡ്സ് എന്തൊക്കെയാണോ ആ നെഗറ്റീവ് കീവേഡ്സ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് ക്യാമ്പയിൻ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ക്യാമ്പയിനിൽ കംപ്ലീറ്റ്ലി ആണോ നിങ്ങൾക്ക് നെഗറ്റീവ് കീവേഡ്സ് ആഡ് ചെയ്യേണ്ടത്, ഇനി അതല്ല ഒരു പെർട്ടിക്കുലർ ആഡ് ഗ്രൂപ്പ്, ഓരോ ആഡ് ഗ്രൂപ്പിനും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. എമർജൻസി ഉണ്ട്, റിപ്പയർ ഉണ്ട്, പിന്നെന്താണ് ജനറൽ ആയിട്ടുണ്ട്. സോ അതിൽ ജനറലിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാൻഡുകളുടെ പേരുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എമർജൻസിയിൽ വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് അവിടെ അവോയ്ഡ് ചെയ്യേണ്ടത്, ഏതിലൊക്കെ കാണിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. സോ അത് നിങ്ങൾക്ക് ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ റിസർച്ച് ചെയ്യുക, AI ടൂൾസിനടുത്ത് ചോദിക്കുക, അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് കീവേഡ്സ് വന്നിട്ട് ഇവിടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ക്യാമ്പയിൻ ലെവലിലാണോ ആഡ് ഗ്രൂപ്പ് ലെവലാണോ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമ്പയിൻ്റെ ഓവർവ്യൂ ഇവിടെ കിട്ടും, കാണാനായിട്ട് പറ്റും. എത്ര CTR വന്നു, എത്ര ക്ലിക്ക് വന്നു, എത്ര CPC, എത്ര കോസ്റ്റായി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഏത് എന്താ പറയുക, ഏത് ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷൻസ് ആണ് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടും. സോ ഈ രീതിയിലാണ് നമ്മളുടെ ലീഡ് ക്യാമ്പയിൻസ് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ചെയ്യേണ്ടത്, സെർച്ച് ആഡ്സ് ചെയ്യേണ്ടത്. ആൻഡ് വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലാൻഡിംഗ് പേജ് ആണ്. ലാൻഡിംഗ് പേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ആ ലാൻഡിംഗ് പേജിൽ ചെയ്യുമ്പം, കാരണം ഒരാൾ വന്ന് ആഡ് ക്ലിക്ക് ചെയ്തു, അത്രയും ഓരോ ക്ലിക്കിനല്ല പൈസ പോകുന്നത്, ആ പൈസ മുടക്കി ആൾ വന്ന് ക്ലിക്ക് ചെയ്തു, നിങ്ങളുടെ ലാൻഡിംഗ് പേജ് പ്രോപ്പർ അല്ലെങ്കിൽ ആ ലീഡ് നമുക്ക് വെറുതെ നഷ്ടപ്പെടും. സോ ആ ലീഡ് മാത്രമല്ല നഷ്ടപ്പെടുന്നത്, അയാൾ ക്ലിക്ക് ചെയ്ത് കൊണ്ടുപോയ പൈസയും നമുക്ക് എന്തായി നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ആ ലാൻഡിംഗ് പേജിൽ അയാളെ പിടിച്ച് നിർത്താനായിട്ട് പറ്റണം. ആഡിൻ്റെ കേസ് അയാൾ ക്ലിക്ക് ചെയ്ത് ലാൻഡിംഗ് പേജിൽ എത്തുന്നവരെ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ ആ ലീഡ് കൺവേർട്ട് ആണെങ്കിൽ ലാൻഡിംഗ് പേജാണ് ഇമ്പോർട്ടൻറ്റ്. ആ ലാൻഡിംഗ് പേജിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, ലാൻഡിംഗ് പേജിൽ നിങ്ങൾ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഒരു ലാൻഡിംഗ് പേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാനൊരു ഡോക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡോക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി അത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡെൻ്റൽ ക്ലിനിക്സ് ഉള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ബിസിനസ്സിന് ഒരു ഗൂഗിൾ ക്യാമ്പയിൻ, ലീഡ് ക്യാമ്പയിൻസ് റൺ ചെയ്യാൻ, അല്ലെങ്കിൽ സെർച്ച് ആഡ് റൺ ചെയ്യേണ്ടത് എങ്ങനെയാണ്, എന്താണ് സ്ട്രാറ്റജി, എത്ര ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യണം, ഏതൊക്കെ കീവേഡ്സ് ചൂസ് ചെയ്യണം, അതിനൊരു കംപ്ലീറ്റ് ബ്ലൂ പ്രിൻ്റ് ആവശ്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക. അവർക്കും ഞാൻ ഒരു എന്താ പറയുക, ഈ പറഞ്ഞിരിക്കുന്നത് പോലത്തെ ഒരു ഷീറ്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ഞാൻ അയച്ചു തരാം, നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തരാം. സോ ദാറ്റ് നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമ്പയിൻസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അപ്പോൾ അത്രയാണ് ഇന്നത്തെ കാര്യം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ബിസിനസ് സ്ട്രാറ്റജീസ് എല്ലാം എന്താ പറയുക, ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് ഭയങ്കര ഈസിയാണ്. പക്ഷേ അതിന് പ്രോപ്പർ സ്ട്രാറ്റജി മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആൻഡ് അതർ ദാൻ ദിസ് ഗൂഗിൾ പ്ലാറ്റ്ഫോം വേറെയും ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യണം, എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യണം, എങ്ങനെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം, ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്യണം, ഇതൊക്കെ വെച്ച് പ്രോപ്പറായിട്ട് ഒരു 4 മാസം സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അതും ഓൺലൈനായിട്ട് പഠിച്ച് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് പഠിച്ച് റെക്കോർഡിംഗ് ക്ലാസ്സസ് കേട്ട് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ലൈവായിട്ട് ചെയ്ത് പഠിക്കാനും, നിങ്ങളുടെ സ്വന്തം ബിസിനസ് തന്നെ ലൈവായിട്ട് ചെയ്ത് പഠിക്കാനും, നമ്മളെ സഹായത്തോടെ ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ അഡ്വാൻസ്ഡ് പെർഫോമൻസ് മാർക്കറ്റിംഗ് ബാച്ച് കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ബാച്ചസ് ഫില്ലായിട്ടുണ്ട്. അടുത്ത ബാച്ചിലോട്ടേക്ക് സീറ്റ്സ് കുറച്ച് മാത്രമേ അവൈലബിലിറ്റി ഉള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കയറി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. ഇനി അതല്ലാന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, അത് കയറി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൗൺസിലർ നിങ്ങളെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എനിക്ക് ഉറപ്പാണ് ആ 4 മാസം നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ ആ 1 മണിക്കൂർ
ഒരു ദിവസം മാറ്റി വെക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിനെ എൻഹാൻസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി അതെല്ലാം നിങ്ങളുടെ ക്ലയൻസിന് നിങ്ങൾ ലീഡ്സ് ഉണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിൽ അതും നടക്കും. സോ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പം തന്നെ കണക്ട് ചെയ്തോളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട.